ബാക്കിൽ വരുന്ന നല്ല ക്ലീൻ ഓയിലായിരിക്കും നമ്മൾ ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. സോ പിന്നെ ക്യാപ്പിൽ പിടിച്ചാണ് ഞാൻ അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അതിനകത്തോട്ട് ഫില്ല് ചെയ്യണം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 6 യൂണിറ്റിൻ്റെ നമ്മൾ സ്ക്രേപ്പ് ടെസ്റ്റ് എടുക്കാൻ പോകുന്നത്. സ്ക്രേപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് എത്രത്തോളം അയൺ കണ്ടൻസ് ഉണ്ടെന്നുള്ളൊരു ടെസ്റ്റാണ്. സോ അതിന് ഇവിടെ കുറച്ച് ഇതാണ് എൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഫുൾ വർക്ക്ഷോപ്പ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിയർ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റിംഗ് കിറ്റ് ഉണ്ട്. അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഈ ഒരു സാധനത്തിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വിയർ ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്താ സംഭവം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിന് മുമ്പ് സാമ്പിൾ കളക്ട് ചെയ്യണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു യൂണിറ്റിൻ്റെ മാത്രം സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണെന്നും ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് സാമ്പിൾ എടുക്കാൻ പോകും. ഓക്കെ, സോ ഇതാണ് ടെസ്റ്റിംഗ് കിറ്റ്. ഓക്കെ, നമുക്കിത് എന്തായാലും ജസ്റ്റ് കണക്റ്റൊക്കെ ചെയ്തിട്ട് പോകണം. കാരണം ഇത് ഓപ്പണായി വരാൻ കുറച്ച് ടൈം എടുക്കും. സോ നമുക്ക് എന്തായാലും ഇത് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് സാമ്പിൾ എടുക്കാൻ പോകും. ഇവിടെ ഓൾറെഡി അതിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് അത് കണക്ട് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആയിക്കോളും. സോ ഇതാണ് ഞാൻ സ്കാവഞ്ച് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞാൻ യൂണിറ്റ് നമ്പർ 5ൻ്റെ ടെസ്റ്റാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, യൂണിറ്റ് നമ്പർ 5ൻ്റെ സാമ്പിളാണ് ഇപ്പോൾ എടുക്കുന്നത്. സോ നമുക്കെന്താ ജസ്റ്റ് ഞാൻ ഓൾറെഡി ഈ ഡ്രെയിൻ വാൽവ് ഞാൻ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇത് ഒരു 24 മണിക്കൂർ മുന്നേ ക്ലോസ് ചെയ്താലേ നമുക്ക് ആ ഒരു ഓയിൽ അതിനകത്ത് കളക്റ്റായി വരുള്ളൂ. സോ 24 മണിക്കൂർ മുന്നേ ഞാൻ ഓൾറെഡി ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒറ്റ യൂണിറ്റിൻ്റെ മാത്രമാണ് തൽക്കാലം ഞാനിപ്പോൾ എടുക്കുന്നത്. സോ കുറച്ച് ടൈറ്റാണ് എൻ്റെ വാൽവ്സും കാര്യങ്ങളൊക്കെ. അതിന് മുമ്പ് ഒരു നട്ടൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് അത് സാമ്പിളിംഗ് പോയിൻ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. സോ ഞാനത് ഡ്രെയിൻ ചെയ്യുകയാണ്. കാരണം തുടക്കം നമുക്ക് വരുന്ന ഓയിൽ എന്ന് പറയുന്നത് സ്ലഡ്ജ് ആയിരിക്കും, എന്ന് വെച്ചാൽ പന്ന ഓയിലായിരിക്കും വരുന്നത്. സോ നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ വരുന്ന നല്ല ക്ലീൻ ഓയിലായിരിക്കും നമ്മൾ ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. സോ ഞാനിപ്പോൾ ക്ലീൻ ഓയിലാണ് എടുക്കുന്നത്. ചെറിയൊരു സാമ്പിളിംഗ് പോയിൻറ്റും നമുക്കൊരു 5 ml ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ. ഓക്കെ, 5 ml ആ ഒരു ഇതിനകത്ത് നിൽക്കുകയുള്ളൂ, അത്രയും പോലും നിൽക്കില്ല. അപ്പോൾ ഞാൻ മാക്സിമം 5 ml മതി. പക്ഷേ ഞാനൊരു സാമ്പിളിംഗ് ബോട്ടിൽ നിറച്ചില്ലെങ്കിൽ ഹാഫോളം എടുക്കാറുണ്ട്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ നമുക്കത് മാറ്റണമെങ്കിൽ ബാക്കി സാമ്പിൾ ഉണ്ടായാലേ പറ്റുള്ളൂ. സോ ഞാൻ എന്തായാലും സാമ്പിൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓൾറെഡി നമ്മൾ സാധനം കണക്ട് ചെയ്ത് വെച്ചിട്ട് പോയത് ഇപ്പോൾ റെഡിയായി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഞാൻ സാമ്പിൾ എടുത്തത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ സിറിഞ്ച് എടുക്കണം. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്ര ആവശ്യമില്ല ആക്ച്വലി. പക്ഷേ നമ്മൾ എപ്പോൾ എടുത്താലും ഇപ്പോൾ ക്ലീൻ ഓയിലാണ് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഡ്രെയിൻ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒന്നുകൂടി എടുത്തിട്ടുണ്ട്. കാരണം സിറിഞ്ചിനകത്ത് വേറെ ഏതെങ്കിലും ഓയിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഓയിലിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കാണും. സോ അത് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയാണ് തുടക്കം ഞാൻ ഓൾറെഡി ഡ്രെയിൻ ചെയ്ത് കളഞ്ഞത്. ആ ഒരു സിറിഞ്ച് ഞാൻ ക്ലീൻ ചെയ്തതാണ്. എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഈ ഒരു ട്യൂബ് എടുക്കുമ്പോൾ. കാരണം നമ്മുടെ കയ്യിൽ ഒരു ചെറിയ അംശം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഡിറ്റക്ട് ചെയ്യും. സോ അതിൻ്റെ ക്യാപ്പിൽ പിടിച്ചാണ് ഞാൻ അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അതിനകത്തോട്ട് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ടുണ്ട്, എല്ലാം പെട്ടെന്നായിരുന്നു. ഓക്കെ, എന്തായാലും ഫില്ല് ചെയ്ത് നമുക്കത് ക്ലോസ് ചെയ്തു. ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ ഷെയ്ക്ക് ചെയ്തു. ജസ്റ്റ് ഇതിന് മുമ്പ് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യണം. ഓൾറെഡി ഞാൻ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. നമുക്ക് ജസ്റ്റ് അതിനകത്തോടൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി, നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഞാൻ അതിൻ്റെ വാല്യൂ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, 23 ppm ആണ് നമുക്ക് ഈ ഒരു ടെസ്റ്റിനകത്തുള്ളത്. പക്ഷേ അതെപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കില്ല. സോ നമ്മൾ 3-4 തവണ അതിങ്ങനെ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. അവിടെ ആ ഒരു റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റെഡ് കളറാണ്. ഇപ്പോൾ യെല്ലോ കളറാണ്. കാരണം യെല്ലോ കളർ എന്ന് പറയുമ്പോൾ ആ ഒരു ട്യൂബ് അതിൽ നിന്ന് എടുക്കാനാണ് അവർ പറയുന്നത്. ഓക്കെ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ റെഡി വരും. അങ്ങനെ അത് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. ഇപ്പോൾ 32 ഇതിൻ്റെ പിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ടെസ്റ്റിംഗ് കാര്യം. ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഞാൻ ഇതിലൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. എന്തെങ്കിലും പ്രൊമോഷൻ കൊളാബറേഷനൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തൊക്കെ പുതിയ വീഡിയോ വരെ. ബൈ ഗൈസ്.